ഇതൊക്കെ നോക്കുമ്പോൾ സ്കൂൾ തുറക്കാനുള്ള ഒരു ആവേശത്തിലാണ് എല്ലാവരും. കുട്ടികൾ പുസ്തകങ്ങൾ, ബാഗുകൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഇതാ കണ്ടോ, അതൊക്കെ എല്ലായിടത്തും സ്കൂൾ ബാഗുകളും ഇതൊക്കെ ആയിട്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സുന്ദരമായിട്ടുള്ള സ്കൂൾ ദിനങ്ങളിലേക്കാണ് ഓർമ്മ വരുന്നത്. അന്ന് കുമ്മോർമകളെ കൊണ്ടുവരൂ നമ്മളെയാ മാഞ്ചുവട്ടിൽ. എനിക്കറിയാം, എൻ്റെ വാപ്പച്ചി എനിക്ക് പുതിയ സ്കൂൾ ബുക്കൊക്കെ വാങ്ങി വരുമ്പം ആ പുസ്തകം ഇങ്ങനെ മണക്കുമ്പം ആ മണത്തിന് ബാലരമ, പൂമ്പാറ്റ അതൊക്കെ വേറെ, അത് വേറെ. നോട്ട് ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, ഇതിനൊക്കെ ഒരു സുഗന്ധത്തിന് നമ്മളൊക്കെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ മണക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ സ്മെല്ലായിരിക്കും. പക്ഷെ അന്ന് നമുക്ക് പുസ്തകങ്ങളുടെ മണമാണ്. ആ ഒരു മണത്തിന് എനിക്ക് പുതിയ ബുക്ക് എന്ത് കിട്ടിയാലും, കേരള പാഠാവലി കിട്ടിയാലും മറ്റെന്ത് പുസ്തകം കിട്ടിയാലും അത് കുറേ ഇങ്ങനെ മണത്ത് നോക്കും. ആ മണത്തിന് വല്ലാത്തൊരു സുഖമാണ് അല്ലേ. പിന്നെ മയക്ക് റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും. ആ റബ്ബർ ഇങ്ങനെ മണക്കാൻ പ്രത്യേക സുഖമാണ്. പിന്നെ ജിയോമെട്രി ബോക്സ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുക്കി പോകുമ്പം ഒരു പെരുന്നാൾ, ഓണമൊക്കെ കൂടിയ സന്തോഷമാണ് മനസ്സിൽ. ഈ പുതുമഴയുടെ ഈ ഒരു സുഗന്ധം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ഒരു കാലം ഓർമ്മ വരുന്നത്. കലാലയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ. ഞങ്ങളുടെ 3 ബാല്യകാല സുഹൃത്തുക്കൾ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പോകാറുള്ളത് സ്കൂളിൽ. ഇന്ന് പിന്നെ PTA പ്രസിഡന്റ് കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. സാജിദ് അധ്യാപകനാണ്. അല്ല, ഇവനാ സ്കൂൾ കൊളാക്കോ PTA എന്നുള്ള സ്കൂളിൽ നല്ല നിലവാരത്തിലേക്ക് വന്നില്ലേ? ഇവൻ വന്നതിന് ശേഷമല്ലേ സ്കൂൾ തന്നെ മെച്ചപ്പെട്ടത്.